ഫ്രണ്ട്സ് IOCലിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ. അപ്പോൾ ഇതിലേക്ക് നോൺ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. നമുക്ക് ഇനീഷ്യലി നമുക്കൊരു 1 lakhൻ്റെ അടുത്ത് നമുക്ക് സാലറി വാങ്ങാവുന്ന ഒട്ടനവധി അലവൻസ് ഒക്കെ കിട്ടാവുന്ന ഒരു കാറ്റഗറിയുള്ള പോസ്റ്റാണ്. അപ്പം ഈ പറയുന്ന IOCലിൻ്റെ തന്നെ വിവിധ റിഫൈനറിയിലേക്കും, അതായത് വിവിധ സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ചെടുക്കുന്ന റിഫൈനറിയിലേക്കും അതുപോലെ തന്നെ വിവിധ പൈപ്പ് ലൈൻ യൂണിറ്റുകളിലേക്കൊക്കെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നെല്ലാം വിശദമാക്കുന്നുണ്ട്. ഇതിലേക്കുള്ള സെലക്ഷൻ എങ്ങനെയാണെന്ന് വിശദമാക്കുന്നുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 65.3K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 100Kയിലേക്ക് പെട്ടെന്ന് എത്തിക്കുക, ഒരു 1 lakhിലേക്ക് നിങ്ങൾ എത്തിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ പറയുന്ന 20 ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 23 കേട്ടോ. ഓക്കെ, അപ്പോൾ ജൂലൈ 20 ഇത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോൺ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം റിഫൈനറി ഡിവിഷനിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 25,000 മുതൽ 1,05,000 ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. അത് പറയുന്ന പോസ്റ്റ് കോഡ് 201 മുതൽ 208 വരെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന പൈപ്പ് ലൈൻ ഡിവിഷനിലേക്കാണെങ്കിൽ സെയിം പേ സ്കെയിൽ തന്നെയാണ്. ഈ പറയുന്ന 301, 302, 303 എന്ന് പറയുന്ന പോസ്റ്റ് കോഡിലേക്ക്. ആ പോസ്റ്റ് കോഡൊക്കെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടും. പിന്നെ 23,000 മുതൽ 78,000 ഈ പറയുന്ന 401 എന്ന് പറയുന്ന പോസ്റ്റ് കോഡിൽ. അപ്പോൾ ഡിഫറൻറ്റ് സ്റ്റേറ്റിൽ നമ്മുടെ ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്ന ഇവരുടെ യൂണിറ്റുകൾ. അപ്പോൾ അതിലേക്കാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും വേക്കൻസി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ നിങ്ങൾക്ക് കൂടെ കാണാം. ജൂനിയർ എഞ്ചിനീയർ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൽ ഓരോരോ റിഫൈനറിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ റിഫൈനറിയിലെ വേക്കൻസിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കാണാം ഗുവാഹത്തി, ഗുജറാത്ത്, ഹൽഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോന്നിൻ്റെ വേക്കൻസി കാണാം. അതിൽ ജനറൽ, EWS, SC/ST, OBC, PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയുള്ള വേക്കൻസി കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പറയുന്നത് പെട്രോളിയം മേഖല ആയതുകൊണ്ട് വിമൻ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യുന്നതിൽ കുറച്ച് നിബന്ധനകളുണ്ട്. അതായത് ചില പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെ കാറ്റഗറിയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. അപ്പോൾ ഇതിൽ എനിക്ക് SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് നിശ്ചിതമായി ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഇവിടെ നിങ്ങൾക്ക് 0 വേക്കൻസിയാണ് കാണുന്നത് ST കാൻഡിഡേറ്റ്സ്. പക്ഷേ അവർക്കിവിടെ ജനറൽ വേക്കൻസിയിൽ 8 വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഇല്ല, ജനറൽ വേക്കൻസിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ അടുത്ത നിങ്ങൾക്ക് ഇവിടെ ജൂനിയർ എഞ്ചിനീയർ നിങ്ങൾക്ക് കാണാൻ വീതം മറ്റു ഈ പറയുന്ന PNDയിൽ നിങ്ങൾക്കുള്ള വേക്കൻസികൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഓരോരോ വേക്കൻസികൾ കാണാം. ഇത് ജസ്റ്റ് ഞാൻ വേക്കൻസി ഒന്നും കൂടുതൽ പറയുന്നത് കാരണം നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീനിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, അതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോന്നും വിവിധ മേഖലയിലുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. വിവിധ റിഫൈനറിയിലെ വേക്കൻസികളാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യാൻ താല്പര്യം വെച്ചാൽ ആ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് മെക്കാനിക്കൽ അങ്ങനെ ഓരോ കാറ്റഗറി തന്നെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ നിങ്ങൾക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷനിലുണ്ട്. അങ്ങനെ ഓരോന്നിലും നമുക്ക് വേക്കൻസികളോടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിറ്റി കൺട്രോൾ, ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗുവാഹത്തി, ഹൽഡി അവിടെയൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഇവിടെ കാണാം. ഗുവാഹത്തി, ഗുജറാത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതൊക്കെ ദിഗ്ബോയ് ഇവിടെയൊക്കെ വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പം ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് നോക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ റിഫൈനറി ഡിവിഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പൈപ്പ് ലൈൻ ഡിവിഷനും പാടുണ്ട്. പൈപ്പ് ലൈൻ്റെ വേക്കൻസിന് ഇവിടെ വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ, നിങ്ങൾക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ഓരോരോ മേഖലയിൽ ഇപ്പോൾ തമിഴ്നാടൊക്കെ നമുക്ക് ഒരു വേക്കൻസി ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. കേരളത്തിൽ നമുക്ക് വേക്കൻസി ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ വേക്കൻസി ഇല്ലാതെ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ഓക്കെ, അപ്ലൈ ചെയ്യാം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ. അപ്പോൾ ഈ പൈപ്പ് ലൈനിൽ നമുക്ക് വളരെ കുറഞ്ഞ വേക്കൻസിയാണുള്ളത് കേട്ടോ. അത് തമിഴ്നാടാണ് ഒരു വേക്കൻസി, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെയും കർണാടക, തമിഴ്നാട് ഓരോരോ വേക്കൻസികളുണ്ട്. അത് ജനറലാണ്, അതിലേക്കൊക്കെ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈപ്പ് ലൈനിൽ വന്നിരിക്കുന്ന വേക്കൻസി കേട്ടോ. പൈപ്പ് ലൈനിൽ ഒരുപാട് വേക്കൻസി ഒന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേക്കൻസികൾ തന്നെയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഈ പറയുന്ന റിഫൈനറി ഡിവിഷനിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ ഈ പറയുന്ന റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 3 year ഡ്യൂറേഷണൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്സോ അല്ലെങ്കിൽ ഫിസിക്സോ അല്ലെങ്കിൽ ഈ പറയുന്ന കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ BSc പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ പ്രധാനമായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം.
ചെയ്യാം. 50% മിനിമം വർക്ക് വേണം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% വേണം. അപ്പം ചില പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് വേണം, ചില പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതും പാടെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഈ പോസ്റ്റ് കോഡ് ഓർത്ത് വെച്ചാൽ ഇതാണ് 201 എന്ന് പറയുന്ന പോസ്റ്റ് കോഡ് കേട്ടോ. ഓക്കെ, എന്നാൽ ജൂനിയർ എഞ്ചിനീയർ നിൽക്കണം അസിസ്റ്റൻറ്റ് PNDUവിൽ 202 പോസ്റ്റ് കോഡ്. ഇതിലേക്ക് നമുക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന 10ാം ക്ലാസ്സും പ്ലസ് എന്താണ് ITI 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞിരിക്കണം ഫിറ്റർ ട്രേഡിൽ. അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഈ പറഞ്ഞ ഫിറ്റർ ട്രേഡിൽ 2 വർഷം ITI കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ നിങ്ങൾ BSc കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ മുകളിൽ പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു ബോയിലർ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബോയിലർ അറ്റൻഡൻ്റ് ആയിട്ടുള്ള ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ അത് വെച്ചിട്ടും എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രത്യേക ക്വാളിഫിക്കേഷനും പാടെ ഇതിലേക്ക് വേണം. ഇത് പോസ്റ്റ് നമ്പർ 202 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ മുകളിൽ പറഞ്ഞ ഡിപ്ലോമകൾ പോരാ, അതിൻ്റെ കൂടെ നമുക്ക് ഈ പറയുന്ന കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് വേണം. അല്ലെങ്കിൽ ഈ പറയുന്ന ബോയിലർ അറ്റൻഡൻ്റ് ആയിട്ട് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് വേണ്ടതാണ്, പ്ലസ് ആണ് ഇവിടെ പറയുന്നത്. ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതിനടുത്ത് ജൂനിയർ എഞ്ചിനീയർ 203 ഇവിടെ പോസ്റ്റ് കോഡ് വരുന്നത് നിങ്ങൾക്കൂടെ കാണാം. ഇതിൽ 3 ഇയർ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 50% മാർക്ക് മതി കേട്ടോ. SC/ST ഒക്കെ ആണെങ്കിൽ 45% മതി. ഇതിനടുത്ത് നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആണ്. ഇപ്പോൾ ഞാൻ ഇനി പോസ്റ്റ് കോഡേ പറയുന്നുള്ളൂ, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എല്ലാം ജൂനിയർ എഞ്ചിനീയറിന് അത് വിവിധ ഡിസിപ്ലിൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ചിലതിന് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി പാഞ്ഞ് ചെയ്യേണ്ട അതിൻ്റെ കാര്യം നമ്മൾ സെപ്പറേറ്റ് ഒരു ടേബിൾ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ പറയാം. ചിലയിൽ പറയുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. 205 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ ഡ്യൂറേഷനുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ITI 2 വർഷം ഡ്യൂറേഷനുള്ള ഫിറ്റർ ട്രേഡിൽ ITI കഴിഞ്ഞവരാണെങ്കിലും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് 206 ഇതിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഈ പറഞ്ഞ ഏതെങ്കിലും 3 വർഷം ഡ്യൂറേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന 50% മാർക്ക് എല്ലാത്തിലും വേണം. SC/ST ആണെങ്കിൽ PWD ആണെങ്കിൽ അവർക്ക് 45% വേണം. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും PWD കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ചില ലിമിറ്റഡ് ആയുള്ള കാറ്റഗറിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെയുള്ള മേഖല ആയതുകൊണ്ടാണ്. ഇതിനടുത്ത് ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം BSc ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 50%. അപ്പോൾ ഈ പറയുന്ന സബ്ജക്റ്റുകൾ പ്രധാന സബ്ജക്റ്റിലായി നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ 50% മാർക്ക് വേണം എന്നുള്ള കണ്ടീഷനാണ്. ഇതിനടുത്ത് ജൂനിയർ എഞ്ചിനീയറിംഗ് ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന 10ാം ക്ലാസ് പ്ലസ് എന്താണ് സബ് ഓഫീസർ കോഴ്സ്, നമ്മൾ ഈ പറയുന്ന NFSC നാഗ്പൂർ എന്നൊരു സബ് ഓഫീസർ കോഴ്സ് കഴിഞ്ഞ് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയി നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് നമ്മൾ മിനിമം 6 മന്ത് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് നമ്മൾ കേരളത്തിൽ നമ്മൾ ഏതെങ്കിലും 6 മന്ത് ഡ്യൂറേഷനിൽ കൂടുതലുള്ള മിനിമം അങ്ങനെ ഫയർ ആൻഡ് സേഫ്റ്റി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വാലിഡ് ആയുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസുമാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണം. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് 125 സെൻറ്റിമീറ്റർ വേണം കേട്ടോ ഹൈറ്റ്. ദെൻ ചെസ്റ്റ് നോർമൽ 81, ദെൻ എക്സ്പാൻഡഡ് കണ്ടീഷനിൽ അത് 86 സെൻറ്റിമീറ്റർ വേണം. മിനിമം 50 കിലോഗ്രാം നമുക്ക് വെയിറ്റ് വേണം. പിന്നെ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കട്ടോ. ഓക്കെ, വിഷനൊക്കെ. ഇതിനടുത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന പൈപ്പ് ലൈൻ ഡിവിഷൻ്റെ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ റിഫൈനറി ഡിവിഷൻ്റെതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വേക്കൻസിൻ്റെത്. ദെൻ പൈപ്പ് ലൈൻ ഡിവിഷൻ്റെ നിങ്ങൾക്കൂടെ കാണാം പോസ്റ്റ് കോഡ് 301. ഇതിലും നമുക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കലാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ നിങ്ങൾ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് വേക്കൻസി ഈ പറയുന്ന എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷർ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ ഇതിലേക്ക്. ഓക്കെ, അപ്പോൾ പൈപ്പ് ലൈൻ ഡിവിഷനിലേക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല, മറ്റേ ഡിവിഷനിലേക്ക് ചിലതിന് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിനടുത്ത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് 302 നിങ്ങൾക്ക് വരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലും ഫ്രഷറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്, എക്സ്പീരിയൻസ് വേണ്ട. ഇതിനടുത്തത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾ എന്താണ് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത ടെക്നിക്കൽ അറ്റൻഡൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് ITI ആണ് പാസ്സായിരിക്കേണ്ടത്, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പം നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട വേക്കൻസിയുടെ എണ്ണമൊക്കെ കൂടാനൊക്കെ സാധ്യതയുണ്ട്, അപ്പം കൂടാനും കുറയാനും സാധ്യതയുണ്ട്, രണ്ടും പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ, നിങ്ങൾക്ക് ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ടെക്നിക്കൽ അറ്റൻഡൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ITI ആണ് വേണ്ടത്. അത് ഈ പറയുന്ന മിനിമം 2 വർഷം ഡ്യൂറേഷനുള്ള ITI ആയിരിക്കണം. ചിലതിന് മാത്രം മെക്കാനിക് ഡീസലിന് മാത്രം 1 വർഷം ഡ്യൂറേഷൻ മതിട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ITI നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം 14 ട്രേഡ് ഇവിടെ പറയുന്നുണ്ട്. ഈ 14 ട്രേഡിൽ ഏതെങ്കിലും ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
ചെയ്യാം. അത് 2 വർഷം ഡ്യൂറേഷൻ വേണം. എക്സെപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം മെക്കാനിക്കൽ ഡീസലിന് മാത്രം നിങ്ങൾക്ക് 1 വർഷം ഡ്യൂറേഷനുള്ള IT കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിലേക്കും ഫ്രഷറിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുകളിൽ പറഞ്ഞ ക്വാളിഫിക്കേഷനേക്കാൾ എന്താണ് ഉയർന്ന ഈ പറയുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള BE BTech MBA ദെൻ CA അങ്ങനെ തുടങ്ങിയിട്ടുള്ള CMA LLB തുടങ്ങിയിട്ടുള്ള MCA പോലെയുള്ള വലിയ ക്വാളിഫിക്കേഷൻ PhD ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർ എലിജിബിൾ അല്ലാന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ MA B ഈ പറയുന്ന മാസ്റ്റർ ഓഫ് ആർട്സ് അങ്ങനെയൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് MSc ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇത്തരം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഉയർന്ന ക്വാളിഫിക്കേഷനായിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത് പോസ്റ്റ് കോഡ് നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. 201 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഏതൊക്കെ മേഖലയിലാണ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനടുത്തത് 202 കാരണം അപ്രന്റീഷിപ്പ് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത് 202 ആണ്. ഇതിലേക്ക് നമുക്ക് 202 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് പോസ്റ്റ് കോഡ് നോക്കുക, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിൽ നോട്ടിഫിക്കേഷനിൽ നോക്കാം. അപ്പോൾ 202 എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ ഇതാണ് നിങ്ങൾക്കിവിടെ കാണാം. ഇതിൽ നമുക്ക് ബോയിലർ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് വേണമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വേറെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. ബോയിലറിലുള്ള കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, പക്ഷേ വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന 203 ആണെങ്കിലും 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 204ലേക്കും 1 ഇയർ എക്സ്പീരിയൻസ് മിനിമം ചോദിക്കുന്നുണ്ട്. 205 പോസ്റ്റ് കോഡാണെങ്കിലും 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 206ലും എല്ലാത്തിലും നമുക്ക് 207 208ലൊക്കെ എന്ത് ചെയ്യുന്നത് 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ റിഫൈനറി ഡിവിഷനിലേക്കാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പൈപ്പ് ലൈൻ ഡിവിഷനിലേക്ക് എന്താണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസിൻ്റെ അതൊക്കെ നോക്കുക, മേഖലകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. മിനിമം ഏജ് ലിമിറ്റ് 18 ആണ്. ദെൻ മാക്സിമം 26 ആണ്. 31/7/2024 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കേണ്ടത്. അപ്പം 18 to 26 നമുക്ക് പറയാം. ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസിന് എന്താണ് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 30 വയസ്സ്, OBC ആണെങ്കിൽ 30 വയസ്സ് വരെ, SC/ST ആണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ഈ പറയുന്ന കണ്ടീഷനിൽ 26 ആണല്ലോ നമ്മൾ ഈ പറയുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റുകളുണ്ടല്ലോ നമ്മുടെ റിഫൈനറിയിലേക്ക് അല്ലാതെ നമ്മളെ പൈപ്പ് ലൈനിലേക്ക്. അപ്പോൾ പൈപ്പ് ലൈനിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 26 ആണ് ഏജ് ലിമിറ്റ്. അപ്പോൾ അതിൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 29 വയസ്സിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. റിസർവ് വേക്കൻസി ഉണ്ടെങ്കിൽ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടൂല. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇത്തരം എന്താണ് ഇനി അപ്രന്റീഷിപ്പ് ഒക്കെ നിങ്ങൾ ചെയ്തെങ്കിൽ ഈ പറയുന്ന ബോയിലർ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലും മാക്സിമം ഏജ് ലിമിറ്റ് 27 ആണ് കേട്ടോ. ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിന് നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ ഈ പറയുന്ന എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിൽ ഇവിടെ വേക്കൻസീൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം 201ലേക്കും അതുപോലെ 202ലേക്കും ഈ പറയുന്ന 203 204 205 206 208 ഇതിലേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ ഒരു ടാബിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ജനറൽ EWS ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 32, ദെൻ OBC NCL ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ 202 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 28 ജനറൽ ഒരു EWS, ദെൻ SC/ST 23, ദെൻ OBC ആണെങ്കിൽ 31 കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇവിടെ കാണാം 301 302 303 401. അപ്പം ഇതിലേക്ക് നമുക്ക് 26 ഏജ് ലിമിറ്റ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ട, അതുകൊണ്ട് ഫ്രഷേഴ്സിനായതുകൊണ്ട് അവർക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഏജ് തന്നെയാണ് 26. OBC ആണെങ്കിൽ 29, SC/ST ആണെങ്കിൽ 31. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, അതുപോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ഒബ്ജക്റ്റീവ് ടൈപ്പായുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ. അതിൽ തന്നെ നിങ്ങൾക്ക് 75 മാർക്കിന് ഈ പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കണ്ടൻറ്റാണ് വരിക. ദെൻ ന്യൂമറിക്കൽ അബിലിറ്റി 15 മാർക്ക്, ജനറൽ അവയർനെസ് 10 മാർക്ക്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന അപ്പം ഇത്തരം പെട്രോളിയം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താണ് ഈ പറയുന്ന ആക്റ്റും കാര്യങ്ങളും പെട്രോളിയം ആക്ട് 1934 എന്ന് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം LPG സ്റ്റോറേജിലോ അല്ലെങ്കിൽ അത് ഹാൻഡ്ലിംഗ് ഏരിയയിലോ ഈ പറയുന്ന വിമൻ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യില്ല അലോ ചെയ്യില്ല എന്നുള്ള കണ്ടീഷനാണ്. അപ്പം അതിൽ ചില പോസ്റ്റിലേക്ക് മാത്രം വിമൻ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം. ആ പോസ്റ്റ് നിങ്ങളിവിടെ നോക്കി വെക്കുക. ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ബാക്കിയുള്ളതിലേക്കൊന്നും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ 50 KB 100 KB ഇടയിലായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ SC/ST OBC നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 22/7 നമ്മൾ വീഡിയോ ചെയ്യുന്നത് 23/7 22/7 ഇന്നലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/8. നിങ്ങൾക്ക് ഓഗസ്റ്റ് 21 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് നമുക്ക് ഈ പറയുന്ന ഡൗൺലോഡ് ചെയ്യാവുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 10/9 കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റിലേക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കണം. പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സെപ്റ്റംബറിലായിരിക്കും നടക്കാൻ സാധ്യത. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ പറയുന്ന 2024 ഒക്ടോബറിൽ 3rd വീക്കൊക്കെ ആകുമ്പം എന്ത് ചെയ്യും അതും പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറൊക്കെ നിശ്ചിത ഡയമെൻഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരാൻ നിൽക്കണം. IOCL നോൺ എക്സിക്യൂട്ടീവ് എന്ന് ഇവിടെ കാണാം. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. ഓക്കെ, 400-ന് മുകളിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം SC/ST കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് SC/ST കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇടുന്നത്. സെയിം ഫോർമാറ്റ് നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ ഇത് എൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സെയിം ഫോർമാറ്റ് കാര്യങ്ങൾ DWS ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം അതിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യർന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ എല്ലാതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എന്തെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിലുണ്ട്. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്യുക. ടു രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യർന്ന് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യർന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഏതെങ്കിലും ഒരു എന്താണ് ഡിവിഷനിലേക്കേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ IOCL റിഫൈനറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ IOCL പൈപ്പ് ലൈനിലാക്കാണ് ഏതാണെന്ന് വിചാരിച്ചാൽ നമ്മൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യണം. ഞാൻ IOCL റിഫൈനറിയാണ് ഞാൻ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ അതിൽ തന്നെ ഏതൊക്കെ പോസ്റ്റാണ് നമുക്കറിയാം, അതിലേത് പോസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന എന്താണ് ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ എന്ന് പറയുന്ന അതിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ പോസ്റ്റ് കോഡ് ഇവിടെ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പോസ്റ്റ് കോഡിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റെഫറൻസ് ആയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ പേര് എഴുതാം, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം, കൺഫേം ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ ഇമെയിൽ ID കൊടുക്കാം, കൺഫേം ചെയ്യാം. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, ജനറേറ്റ് OTP കൊടുക്കുക. OTP കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിലേക്കും ഇമെയിലേക്കൊക്കെ OTP വരും. അത് വെച്ച് നമ്മൾ വെരിഫൈ ചെയ്യുക. അത് ക്യാപ്ച കോഡ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ വെരിഫൈ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോകാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ ചോദിക്കുക. ഇനി ഇതിൻ്റെ ഫുൾ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പണിയുണ്ട് നമുക്കത് ചെയ്യണമെങ്കിൽ. നമുക്ക് വ്യൂസ് കിട്ടിയില്ല, നമ്മൾ എടുക്കുന്ന ആ ഒരു അധ്വാനത്തിന് നമുക്കൊരു ഫലമില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അത്യാവശ്യം ആളുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ആകാനും പാടില്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യം ജസ്റ്റ് ഇങ്ങനെ നിങ്ങളത് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോകാതെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ പറ്റാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരുപാട് മെസ്സേജ് GDSൻ്റെ വന്ന് കിടക്കുന്നുണ്ട്, നോക്കാൻ പറ്റാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അത് സമയമുള്ള സമയത്ത് ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അത് പ്രത്യേകം ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്